ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹമാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 8 മുതലുള്ള ഭാഗങ്ങളിൽ കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അതെവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെയാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. വചനം പറയുകയാണ്, വചനം ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ കുറിച്ച് ഒന്നിനോട് ഉപമിക്കുകയാണ്, കാറ്റിനോട് ഉപമിക്കുകയാണ്. അവിടെ എടുത്തു പറയുന്നുണ്ട്, കാറ്റ് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നമുക്കറിയാൻ പറ്റുന്നില്ല. സത്യമാണ്, അത് യാഥാർത്ഥ്യമാണ്. അടുത്ത ഭാഗം പറയുന്നത് ആത്മാവിൽ ജനിച്ച മനുഷ്യൻ. അതിൻ്റെ അർത്ഥം പ്രിയരെ, 2 മനുഷ്യരുണ്ടെന്നല്ലേ? ആത്മാവിൽ ജനിച്ചവരുമുണ്ട്, ആത്മാവിൽ അല്ലാത്തവരുമുണ്ട്. ഗലാത്യ ലേഖനത്തിനകത്ത് ജഡമനുഷ്യനെ കുറിച്ചും ആത്മമനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നു ആത്മാവിൽ ജനിച്ചൊരു മനുഷ്യൻ കാറ്റ് സഞ്ചരിക്കുന്നത് പോലെ എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകും എന്ന് വെച്ചാൽ ഈ വ്യക്തിയുടെ കൺട്രോൾ മുഴുവൻ സ്വർഗത്തിലെ ദൈവമാണ്. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന, ക്രിസ്തുവിനോടുകൂടെ നടക്കുന്ന, ക്രിസ്തുവിനായി ജീവിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത് ആത്മാവിൽ ജനിച്ചവൻ. പഴയ നിയമത്തിനകത്ത് ഹാനോക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം എടുത്തുകൊണ്ടതിനാൽ കാണാതായി. പുതിയ നിയമത്തിനകത്ത് ഫിലിപ്പോസിനെ ഒരു സ്ഥലത്ത് നിന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പ്രിയരെ, ഇന്നും ആത്മാവിൽ ജനിക്കുന്ന, ആത്മാവിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് വചനം പറയുകയാണ്, അത് കാറ്റുപോലെയാണ്. ആ വ്യക്തിയെ ഒരാൾക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ല. കാരണം ആ വ്യക്തിയുടെ കൺട്രോൾ മുഴുവൻ സ്വർഗമാണ്. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, ആത്മാവിൽ ജനിക്കാത്തവരാണെങ്കിൽ ആത്മാവിൽ ജനിക്കുവാൻ എളുപ്പമല്ല. ആത്മാവിൽ ജനിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ഈ ലോകത്തിലുള്ള സകല മോഹങ്ങളെയും വർജിച്ചു വേണ്ട എന്ന് വെച്ച് ജഡത്തിൻ്റെ ഇമ്പങ്ങളെ ആത്മാവിൽ പിടിച്ചടക്കി ആത്മാവിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയായാൽ വചനം പറയുന്നു അത് കാറ്റുപോലെയാണ്. അത് സഞ്ചരിക്കുന്നത് ആ വ്യക്തിക്ക് അറിയാൻ പറ്റാത്ത നിലയിൽ, ആ വ്യക്തിക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത നിലയിൽ. ഒന്നുകൂടെ പറഞ്ഞാൽ, ഉടമസ്ഥൻ ദൈവമായിരിക്കാൻ ദൈവം പറയുന്നത് മാത്രം ചെയ്യുന്ന ആത്മാവിൽ ജനിച്ച വ്യക്തിയായി ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.